நீழல் தரும் இவள் பார்வை வழியெங்கும் இனி தேவை. உயிரே உயிரே உயிர் நீதான் என்றால் உடனே வருவாய் உடல் சாகும் முன்னால். அனலின்றி குளிர் வீசும் இது எந்தன் சிறைவாசம். இது நீ மட்டும் வேண்டும் பெண்ணே. എന്തായാലും ഇതാണ് പറ്റിയ സമയം. അവര് തമ്മിൽ അത്രയ്ക്ക് ഇതിലല്ല പോണെന്നാ തോന്നുന്നത്. അവന്റെ ആ വിഹിതം എടുത്തൊന്ന് ഇടയ്ക്ക് ഇട്ട് കൊടുത്താൽ മതി. അവൾ എന്തായാലും വീഴും. അവളുടെ മനസ്സിൽ എങ്ങനെയെങ്കിലും പഴയതുപോലെ കയറി പറ്റിയിട്ട് ഇവന്റെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റണം. കാണിച്ചു നാശം വരുന്നുണ്ട്. ഇനി ഇവരോട് ഇനി എന്ത് പറഞ്ഞ് മറുപടി ഉണ്ടാക്കും? ഇന്നലെ കണ്ടതിനെ പറ്റി എന്തായാലും ചോദിക്കാനായിരിക്കും. എന്നാലും താനാൾ കൊള്ളാലോടോ. ഇത്രയും ദിവസം കൂടെ നടന്നിട്ട് തനിക്കൊന്നും പറയായിരുന്നു കെവിൻ തന്റെ ഹസ്ബൻഡാണ്. ഇങ്ങനെയൊക്കെ അറിയാനായിരിക്കും എന്റെ വിധി. അത് ഞാൻ തന്നെ പറഞ്ഞു ആരോടും പറയേണ്ടെന്ന്. മേ ബി നിങ്ങളൊക്കെ ഇനി അറിഞ്ഞിട്ട് ഇനിയും എനിക്കൊരു റെസ്പെക്റ്റ് ഒക്കെ തരുമ്പോഴത്തേക്കും എനിക്കതൊന്നും ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അതെന്തായാലും നന്നായി. നിനക്ക് എന്നോടെങ്കിലും ഒന്ന് പറയാമായിരുന്നു. അല്ല, കെവിൻ സാറിന്റെ ഇടയ്ക്കൊരു പെങ്കൊച്ചെപ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടല്ലോ. അതാരാ? നിനക്കറിയാവുന്നതാണോ? പിന്നെ എനിക്കറിയത്തില്ലേ, അത് കെവിൻ സാറിന്റെ പെങ്ങളാ. ഞങ്ങള് നല്ല കൂട്ടാ. ഒരു ദിവസം വീട്ടിലുമ്പോ കാണിക്കാവേ. ആണോ? പക്ഷെ എനിക്കന്ന് കണ്ടിട്ട് തോന്നിയില്ല. നീ എന്തിനാ അന്ന് കണ്ടപ്പം ചെറുതായിട്ട് കരഞ്ഞത്? അതുമില്ല, അവള് ഓഫീസിൽ വന്നപ്പം മിണ്ടാഞ്ഞ എന്തുകൊണ്ടാ? സത്യം പറ, പുള്ളിയുടെ അവിഹിതം കണ്ടല്ലേ? അത് ഞങ്ങള് തമ്മിൽ കുറച്ച് പ്രശ്നമാണ്. അവള് ഞാനധികം ചേരത്തില്ല. എന്നാലും നാത്തും വഴക്കില്ലേ, അതാ. എനിക്ക് കുറച്ച് വർക്കുണ്ട്. ശരി, ഞാൻ പിന്നെ കാണാം. ടീന, എനിക്ക് നിന്റെ മുഖം കണ്ടാൽ മനസ്സിലാവും നീ ഇത്രയൊക്കെ വിഷമം ഒളിപ്പിച്ചിട്ട് നടക്കുന്നതെന്ന്. അവൻ വലിയൊരു ചീറ്റ് നിന്നോട് ചെയ്തത്. നമ്മുടെ തന്നെ നേരിട്ട് കണ്ടല്ലേ. അതവന്റെ ഗേൾ ഫ്രണ്ട് തന്നെ. എനിക്ക് നല്ല ഉറപ്പുണ്ട്. നീ പിന്നെ എന്തിനാ എന്നോട് കള്ളത്തരം പറയുന്നത് എനിക്കറിയില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം. നിന്നെ ഞാൻ ഒരിക്കലും ചീറ്റ് ചെയ്തിട്ടില്ല. നിന്നെ ആരെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടത്. പിന്നെ നിനക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ അടുത്തോട്ട് വരാം. എന്താവശ്യം നിൽക്കും. എന്നെ സ്നേഹിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഞാൻ നിന്നെ സ്റ്റിൽ ലവ് ചെയ്തുള്ളൂ. കാരണം എനിക്ക് നിന്നെ മറക്കാൻ പറ്റുന്നില്ലടി. കല്യാണം കഴിഞ്ഞൊന്നും ചിന്തിക്കാൻ പറ്റുന്ന പോലുമില്ല. എന്തായാലും ശരി, നിന്റെ വർക്ക് നടക്കട്ടെ. ഞാൻ അങ്ങോട്ട് പോവാം. പഞ്ചാരടി കഴിഞ്ഞെങ്കിൽ തനിക്ക് നീ വർക്കൊന്നും ചെയ്യാമോ? സാറെന്ത് നോൺസെൻസാ പറയുന്നത്? ഞങ്ങൾ വർക്കിന്റെ ആവശ്യത്തിനാണ് ഞങ്ങൾ മീറ്റ് ചെയ്തത്. വർക്കിന്റെ ആവശ്യം പറഞ്ഞ നീ ഇവിടുത്തെ എല്ലാ ഗേൾസിന്റെയും പിന്നാലെ പോകുന്ന കാണുന്നുണ്ട്. അവരൊക്കെ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും നീ അധികകാലം ഇവിടെ പോണമെന്നില്ല. വെറുതെ എന്റെ കൈക്ക് പണിയുണ്ടാക്കല്ലേ മോനെ. നിങ്ങളുടെ പ്രശ്നം എന്താ? ഞാൻ ഇവിടെ ആരോടും മിണ്ടരുത്. ഞാൻ എന്തായാലും ആരോടൊന്നും പറയാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ തന്നെ എല്ലായിടത്തും പറഞ്ഞു നടക്കുന്നത്. പിന്നെ ഇതിന്റെ പേരിൽ നിങ്ങൾ ഒരു വഴക്കുണ്ടാക്കിക്കൊണ്ട് ഇവിടെ നിൽക്കണ്ട. എല്ലാവരും ശ്രദ്ധിക്കുന്നു. അയ്യോ, സാറിന്റെ ഭാര്യയ്ക്ക് എന്ത് പറ്റി? നല്ല ദേഷ്യത്തിലാണല്ലോ. സൂക്ഷിച്ചോ, ഇല്ലെങ്കിൽ വല്ലവനും അടിച്ചുകൊണ്ട് പോവും. നല്ല ബെസ്റ്റ് കോമഡി. ആ വല്ലവന് നീ ആയിരിക്കും അല്ലേ? പിന്നെ നിന്റെ അപ്പനും അമ്മയ്ക്ക് നിന്നെ കാണേണ്ടി വരത്തില്ല. നിനക്ക് വേണ്ടിയുള്ള മെഴുകുതിരി കത്തിച്ച് പള്ളി പോയിരിക്കാം. അവക്കില്ലാത്ത പ്രശ്നം നിനക്കെന്താടാ? നിനക്ക് പോരാത്തതിനും കുറെ കാമുകിമാരുണ്ട്. പിന്നെ എന്നത്തിന് നിനക്ക് അവളെ എനിക്ക് നടാ. വെറുതെ ഭാര്യയായിട്ടൊന്നും കൂട്ടിക്കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. വേറെ എന്തെങ്കിലും തന്നാ മതി. എടാ പണ്ട് മോനെ, നീ പറഞ്ഞതിന്റെ ഭാര്യയെ പറ്റി ഒന്ന് ഓർത്തോണം. പിന്നൊരു കാര്യം, നീ ഏതേലും പെണ്ണുങ്ങളെ നോക്കിക്കോ, അവളുടെ പിന്നാലെയുള്ള കോർക്കം മതിയാക്ക. ഇത്ര നാളെ ഞാൻ പറഞ്ഞ പോലെയല്ല. നിന്റെ വീട്ടുകാർക്ക് നിന്റെ ബോഡി പോലും ഞാൻ കാണിക്കാൻ കൊടുക്കത്തില്ല. വെറുതെ ഷോ ഇറക്കല്ലേ മോനെ. ഇവനെ അങ്ങ് തട്ടിയാലോ? ഇവൻ പ്രശ്നമാവോ? ഇവനങ്ങളെ ഇവിടുന്ന് അങ്ങനെ പറഞ്ഞു വിട്ടാ തീർന്ന്. കുറച്ച് ഡയലോഗുകൾ ഞാൻ കുറയ്ക്കേണ്ടിയിരിക്കുന്നു. ഇവനോട് സംസാരിക്കുമ്പോ എവിടെ നിന്നറിയില്ല ഒരു ഊർജ്ജം വരുന്നത്. കുറച്ച് കുറയ്ക്കണം.
അങ്ങനെ ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഒരു കാര്യം ചെയ്യാം, അമ്മയുടെ തന്നെ ചോദിക്കാം, അമ്മയുടെ ഫോണിൽ നിന്ന് വിളിക്കാം. എനിക്ക് അങ്ങനെ ഒരു മരുമകളെ ഇല്ല. എനിക്ക് ആകെപ്പാടുള്ളത് ടീന മോള. അവളെ മാത്രം ഞാൻ മരുമകളായിട്ട് അംഗീകരിച്ചിട്ടുള്ളൂ. എന്റെ പൊന്നിന്തു, നീ എന്തിനാ ഈ പ്രശ്നത്തിൽ തലയിടുന്നത്? ഇവിടെ ആർക്കും കുഴപ്പമില്ല. പിന്നെ നിനക്ക് എന്താ പ്രശ്നം? എന്ത് മനസാക്ഷിയാണ് പെരുമാറുന്നത്? നല്ലതാ. അവളെയും കുഞ്ഞിനെ കേട്ടണമെന്നാണ് നീ പറയുന്നത്. അത് ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. ആ കുഞ്ഞ് ഇവിടുത്തെ ആണെന്നാണ് എനിക്ക് സംശയമാണ്. അവൾ എന്തായാലും മനസ്സ് മോഹിക്കണ്ട ഇവിടെ കയറി പറ്റാമെന്ന്. അപ്പം എല്ലാം മമ്മിക്ക് അറിയായിരുന്നല്ലേ? ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? ഞാനിപ്പോ അവരെ എങ്ങനെയും ഒന്ന് ഒന്നിപ്പിച്ചാലും ആ കുഞ്ഞിന് വേണ്ടിയെങ്കിലും ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റായിരിക്കും. താനിങ്ങോട്ട് ഇരുട്ടത്ത് മമ്മി കാണാൻ പോയതാണോ? ഇവിടെ നിന്ന് ബോറടിച്ചപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു മമ്മിയെ കണ്ട് കുറച്ച് കാര്യങ്ങൾ വർത്താനം പറയാലോ. അതുകൊണ്ട് അങ്ങോട്ട് പോയത്. എന്തു പറ്റി? ആകെ അങ്ങ് അപ്സെറ്റ് ആണല്ലോ. എന്താ മോഹൻ ഇങ്ങനെ വല്ലാതിരിക്കുന്നത്? ഏയ്, പെട്ടെന്ന് എന്തോ മമ്മിയെ മിസ് ചെയ്തു, അതാ. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഇതായിരിക്കും പറ്റിയ സമയം. അങ്ങ് പറഞ്ഞാലോ ഇപ്പൊ തന്നെ. ടീന, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അതിനെന്തിനാ ഈ മുഖവരെയൊക്കെ? പറഞ്ഞോ. ടീന, നിനക്കറിയാലോ നമ്മുടെ സമയം എങ്ങനെ കല്യാണം കഴിച്ചതും നമ്മുടെ പിന്നെ അങ്ങോട്ടുള്ള ജീവിതമൊക്കെ. പക്ഷെ എനിക്കിപ്പം നീയിലത് പറ്റത്തില്ല എന്നൊരു തോന്നൽ വരിക. അറിയില്ല എവിടെ കൊണ്ടാണ് ഞാൻ നിന്നെ, ഒന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് നിന്നോട് എന്തൊക്കെയോ ഇഷ്ടങ്ങൾ വരുന്നത് പോലെ നമുക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ? നല്ല കോമഡി. നമ്മൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കുന്ന പോലെ എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അതൊന്നും ഒരിക്കലും ശരിയാവില്ല. ഞാൻ പഴയതൊന്നും മറന്നിട്ടില്ല. പിന്നെ ഈ കല്യാണത്തിന് മുമ്പ് എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു. അവനെന്നെ ചീറ്റിയെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേറൊരു കല്യാണത്തിന് തന്നെ മൂടിയത്. പക്ഷെ അവനിപ്പം അവൻ്റെ തെറ്റി കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. ഉറപ്പായിട്ടും ഈ ഡിവോഴ്സ് കഴിഞ്ഞ് ഞാൻ അവനോടൊപ്പം പോകും. അവനെ തനിക്കറിയാവുന്ന ആരും നിനക്കെന്താ പയ്യേ? അവനെപ്പോലെ വേറെ ആരും എനിക്ക് സ്നേഹിക്കോ കല്യാണം കഴിക്കാൻ എന്തുവേണം ചെയ്തു. പക്ഷെ അവനെ മാത്രം അറ്റ്ലീസ്റ്റ് നിനക്കൊന്ന് ചിന്തിച്ചുകൂടെ? എന്ത് ചിന്തിക്കാൻ? എനിക്ക് കുറേ വർഷമായിട്ട് അറിയാമായിരുന്നു. പിന്നെ വേറെ ആരെയും പറഞ്ഞ് ഞങ്ങളെന്നെ വിശ്വസിക്കുന്നത്. ഞാൻ അവനെ മാത്രമേ വിവാഹം കഴിക്കത്തുള്ളൂ. എനിക്ക് അവനെ മാത്രമേ ഉള്ളൂ ഇഷ്ടം. എടി, നിനക്ക് ഭ്രാന്താണോ അവനെ സ്നേഹിക്കാൻ? അവന്റെ പേരിൽ എന്തോരം കംപ്ലൈൻറ്റ്സ് ആ കമ്പനി കിട്ടിയിട്ടുണ്ടെന്ന് അറിയാവോ? ഞാൻ എന്നിട്ടും കളയാത്തത് അവൻ വർക്കിൽ ബ്രില്യൻ്റ് ആയിട്ട് മാത്രമാണ്. പക്ഷെ ഞാൻ ഈ പ്രൊജക്റ്റോട് കഴിഞ്ഞ് അവനെ എന്തായാലും എടുത്ത് എറിഞ്ഞിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് നിനക്ക് അവനെ മാത്രമേ കിട്ടിയുള്ളൂ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? അവനെക്കുറിച്ച് കണ്ണൻ ഈ ലോകത്ത് കാണത്തില്ല. എന്നാൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളെക്കാട്ടി കണ്ണൻ ഈ ലോകത്ത് കാണത്തില്ല. എന്നാലും നിങ്ങളെക്കാട്ടി എത്ര ബെറ്റർ ആണെങ്കിലും അത് മാത്രം മതി എനിക്ക്. അല്ല സാറേ, സാറിന്റെ ഭാര്യ ഇന്ന് വന്നില്ലേ? അതായത് എന്റെ കാമുകി. അത്രയും നാക്കുള്ളവർക്ക് എങ്ങനെയാണോ ഇവരെ തന്നെ കിട്ടിയത്? അയ്യോടാ, എനിക്കറിയത്തില്ല. നീ ഒരു കാര്യം ചെയ്ത് നിന്റെ കൈ ഫോൺ നമ്പറില്ലേ, ഒന്ന് വിളിച്ചു നോക്കിയേ. നമ്പറൊക്കെ ഉണ്ട്. എന്തായാലും അവള് ഒരാഴ്ച കഴിഞ്ഞില്ലേ, ഇനി അവള് വരത്തില്ലെന്നറിയാം. അതുകൊണ്ട് വീട്ടിൽ പോയിന്ന് കണ്ടിട്ട് വന്നാലോ? മോനെ, ഒരു വർഷം സമയമുണ്ട്. ഞങ്ങളുടെ ഡിവോഴ്സ് ഒന്നും ആയിക്കോട്ടെ. അതിൻ്റെ ഇടയ്ക്ക് നീ കയറിക്കൊണ്ടിരിക്കുക. എന്തൊക്കെയോ വന്ന് അവള് നിന്റെ വലയിൽ വീണെന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് കയറി ചൊറിയാൻ വരരുതേ. നിനക്കുള്ള എന്തൊക്കെയാ തരേണ്ടത് എനിക്കറിയാം. ഓ, ഇന്ന് 4 കാലയാണല്ലോ. ഇനി എന്തൊക്കെയാണോ പറയാൻ പോകുന്നത്? ഇന്നലത്തെ ബാക്കി. രാത്രിയോട് നിനക്ക് ഉറക്കമില്ലേടി? ഓ, കാമുകം വിളിച്ച് കാണത്തില്ലായിരിക്കും അല്ലേ? ഇല്ല, വിളിച്ചിരുന്നു. ബേബി പറഞ്ഞ 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാന്ന് പറഞ്ഞു. ശരി, 10 മിനിറ്റ് ഇതുവരെയും വിളിച്ചില്ല. ബേബിയോ? അവനോ? നീ എന്നെ ഒന്ന് ബേബിനെ വിളിക്കടി. അവൻ എന്താടി എന്നെക്കാട്ടി കൂടുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളത്? നോക്ക്, നിന്നെ ഞാൻ ഇത്രയും സ്നേഹിക്കുന്നില്ലേ? എന്തോരം കയറിഞ്ഞാണ് നോക്കുന്നത്. എന്നിട്ടും നിനക്ക് അവനെ മതി അല്ലേ? അത് ചത്തോങ്ങിയത്. ഇങ്ങനെ സ്വഭാവത്തിന് ഒരു പെണ്ണ് ലൈഫ് വന്നതുപോലും കാണാനില്ല. അല്ലെങ്കിൽ എന്ത് പെട്ടെന്ന് ഇങ്ങനെ എന്നെ സ്വീകരിച്ചത്? അവളെ പെട്ടെന്ന് മറന്നു. അതോ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കൊണ്ടുവരാണോ? ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ ഇഷ്ടം. അതിനെന്താ, പപ്പ പൊട്ടിച്ചേരാലോ. പിന്നെ ഇത് തൊണ്ടയിലൊന്നും കുരുങ്ങില്ല. ഇപ്പൊ ഇതൊക്കെ കഴിക്കണം കേട്ടോ. എന്റെ
പൊന്നു തേങ്ങി ഈ കുരുട്ടപ്പത് കയറി ഇവിടെ വല്ല അമ്മ എവിടെയെങ്കിലും കാണും. ഞാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അങ്ങനെ പുതിയ ഭാര്യം കൊണ്ട് സോറി പഴയ ഭാര്യം കൊണ്ട് ഇവിടെ താമസിക്കാൻ വന്നെയാണല്ലോ. ഹലോ, തന്റെ അടുക്കളയും ചെറുതായിട്ടൊന്ന് കയ്യേറിയിട്ടുണ്ട്. ഞാൻ കുറച്ച് നാൾ ഇവിടെ കാണത്തില്ലേ. പിന്നെ എന്താ എനിക്കിവിടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കണമെന്നൊന്നും അറിയില്ല. ഞാൻ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. താനൊന്ന് നോക്കി. ഹായ്, ഹൗ ആർ യു? ഇന്നലെ മൊത്തം കുടിച്ചിട്ട് വന്നിട്ട് ഇപ്പൊ കോറിന്ന് എന്താ നന്നായിട്ട് അഭിനയിക്കുന്നത്. എനിക്കിപ്പോൾ അടുക്കള കയറാനൊന്നും സമയമില്ല. അല്ല, ഞങ്ങളല്ലേ ഇപ്പം മുമ്പിരിക്കുന്നത്. അങ്ങോട്ട് എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കും.